ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു കണവത്തോരൻ ഉണ്ടാക്കാം. നിങ്ങൾ പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ബിഗിനേഴ്സ് കണവത്തോരനൊക്കെ ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്ന പലരും ഉണ്ടാവും. വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്ത് നോക്കാം. കണവത്തോരന് ആവശ്യമുള്ള സാധനങ്ങൾ: കൊച്ചുള്ളി നീളത്തിലരിഞ്ഞത് ഒരു 10-15 എണ്ണം, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് തേങ്ങ നുറുക്കിയത്. പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അവസാനം കുറച്ച് നമുക്ക് ഗരം മസാല ആവശ്യമുണ്ട്, തേങ്ങ, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ കണവയും. ആദ്യം ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ, കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർക്കണം. ഇതിലേക്ക് തേങ്ങ കൊത്ത് ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതോടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളിയും സവാളയും ചേർക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം വഴറ്റിയെടുക്കണം. പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി ചേർക്കണം. ഒരു 10 മിനിറ്റ് ഇത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. എല്ലാം കുറച്ച് ചേർത്താൽ മതി. ഓവറാകുമ്പോഴത്തേക്കും ആ കണവയുടെ ടേസ്റ്റ് ഇതിനകത്ത് വരില്ല. ഇതിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇത് ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണവ ചേർക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കാം. ചട്ടിയിൽ ചെയ്യുമ്പം ശ്രദ്ധിക്കുക, ആദ്യം ചട്ടി വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് എണ്ണ ഒക്കെ ചുറ്റിച്ചിട്ട് വേണം ചട്ടി വയ്ക്കാൻ. നമുക്കിത് നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചട്ടിയിലേക്ക് മുറ്റേക്കുമാണ് കൂടുതൽ സ്വാദ്. ഇനി നമ്മുടെ വെള്ളമൊന്നും ഒഴിക്കണ്ട, അടച്ച് വയ്ക്കുക. നമ്മളിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഒരു 10 മിനിറ്റ് ഇത് വേവാൻ സമയമെടുക്കും. അതിൽ കൂടുതൽ വേവിക്കരുത്, റബ്ബർ പോലെ ആകും. ഇത് നമുക്കിനി കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഇവിടെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കണം. എന്നിട്ടൊരു 2 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കണം.
ഇത് നമുക്ക് തുറന്ന് നോക്കാം. ആവിയൊക്കെ കയറി കഴിഞ്ഞു. നമുക്കതൊക്കെ ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് നേരം വെള്ളം ഉള്ളതാണ് ഡ്രൈ ആയി ഊറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല ഇടുക. വളരെ കുറച്ച് മതി. ഒരുപാട് നേരിട്ട് കണവ വേവിക്കരുത്, ഇത് റബ്ബർ പോലെ ആകും. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യും. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. കണവത്തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി അടച്ചു.